ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു ചിക്കൻ വിത്ത് ചീസ് പഫ് ഉണ്ടാക്കിയാലോ. 300 ഗ്രാം ഇവിടെ ചെറുതായിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ 2 സമോസ ഷീറ്റാണ് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ടുള്ളത്. ഇതിന്റെ മിഡിൽ പോർഷനിൽ ഞാൻ ചിക്കൻ ഒന്ന് വെച്ചിട്ടുണ്ട്. ഫില്ലിങ്ങിന് എത്ര വേണോ അത്ര ആവശ്യമുള്ള അത്ര വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ മൊസറല്ല ചീസ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ മുകളിൽ ഗം രീതിയിൽ മൈദമാവാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് രസമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. സാവകാശം നല്ലോണം ടൈം എടുത്തിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒരോന്നും കാണിച്ചിട്ടുള്ളൂ. ഫൈനലി കണ്ടില്ലേ, ഈ രീതിയിലാണ് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൊക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായ ശേഷം നമുക്ക് ചിക്കൻ ചീസ് പഫ് ഒന്ന് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിൽ ഇത് ഫ്രൈ ആയി കിട്ടും. ജസ്റ്റ് ആ ഒരു പഫ് ഷീറ്റ് മാത്രമേ ഫ്രൈ ആയാൽ മതി. ഈ പഫ് ഒന്ന് ഓയിൽ ഇട്ടപ്പോൾ തന്നെ ഇതിൽ ഇട്ടിട്ടുള്ള ചീസ് ഒന്ന് മെൽട്ടായി കിട്ടും. യെസ്, ഇതൊന്ന് ഡാർക്ക് ബ്രൗൺ വന്ന ശേഷം ഇതൊന്ന് നമുക്ക് മറിച്ച് കൊടുക്കാം. കുട്ടികളാണെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒന്നും ഇട്ടാൽ ഒന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്സാണിത്. യെസ്, ഫൈനലി നമ്മുടെ മൊസറല്ല ചീസ് വിത്ത് പഫ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് എടുത്ത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തിലുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.